എടാ മുഖത്തേക്ക് ഇരിക്കണ്ട. അത് കുഴപ്പമില്ല, വീട്ടിൽ പോകാൻ. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? പിന്നെ ഇവനറിയില്ലേ? അറിയില്ല പറയരുതിട്ടാ. ഞങ്ങള് വെച്ചിട്ടുള്ള ഡേറ്റ് ഗൈസ്, ഞങ്ങൾ ഹാരിഷിനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഹാരിഷിനെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട്. കൂടെ നമ്മുടെ ജോസഫ് ഉണ്ട്, അച്ചു, ഹാരിഷ്, പിന്നെ എന്ത്, പിന്നെ അറ്റത്ത് തേക്കണ്ട തോംസനുണ്ട്. അവൻ ഇതുവരെ വന്നിട്ടില്ല. അവനെ ഞങ്ങള് വെയിറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോ 1 മണിക്കൂറായിട്ടുണ്ട്. ജോസഫിന് എന്താ പറയാനുള്ളത് അവനെ കുറിച്ച്? വളരെ നല്ലൊരു വ്യക്തിയാണ്. അവരാണ് കേക്ക് മുറിച്ചിട്ട് വീട്ടിൽ പോയി. എന്നിട്ട് ഉണ്ണീനെ ഓർക്കണം. അപ്പൊ അവന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ഗൈസ്, ഇപ്പോഴും അവൻ വന്നിട്ടില്ല കേട്ടോ. ഗൈസ്, അവൻ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ തലവരെത്തിയിരിക്കുകയാണ്. ഗൈസ്, അകത്തോട്ട് വന്നോട്ടെ. അയ്യോ, സാറിന് പിന്നെ ക്ഷണമൊന്നും ഇല്ലേ? അമ്മ ഗൈസ്, ഞങ്ങള് അവസാനം വന്നിരുത്തിയിരിക്കുകയാണ്. പൈസ പേര് നമ്മൾ നോക്കാൻ പാടില്ല. പേര് തലവേദന. കേക്ക് പൊളിക്കുന്ന ചടങ്ങ് നമ്മുടെ ജോംസിനോട് കൊടുത്തിരിക്കുകയാണ്. അരിഷ്മല ഇതിണ്ട് HBD. നീ കട്ടി അല്ല എവിടെ നോട്ടെ നീ എന്റെ പേര് അമ്മ കഴിഞ്ഞിട്ടാ ഞങ്ങളുള്ളോ ഇതിന്. ഹാപ്പി ബർത്ത്ഡേ ഞങ്ങള് വെച്ചിട്ടുള്ള ഡേറ്റ് ഹാപ്പി ബർത്ത്ഡേ പാട്ട് പാടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ തലവേദന അണ്ണനെ കൊടുക്കണ ഞങ്ങ തലേവ
ഹാപ്പി ബർത്ത്ഡേ തലവരെ. ഞങ്ങള് കേക്ക് നല്ല രീതിക്ക് മുറിച്ചിട്ട് ഇനി ഞങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന പരിപാടി നോക്കാൻ പോട്ടെ. അറ്റാക്ക് ചെയ്യാൻ പോവാ. നിങ്ങളെല്ലാവരും അറിയും, പേരറിയില്ല. ഇവൻ അക്ഷയ് എടുത്ത് കഴിക്കറാ. എല്ലാവർക്കും എടുത്ത് കൊടുക്കറാ. എന്നിട്ട് നീ നാണ് മണി നിക്കണ അങ്ങനെ എടുത്തോണ്ടാ. ഇവൻ ഞങ്ങളുടെ കൂട്ടത്തിലെ പേര് ജോസഫ്. ഇത് അനിലേണ്ട മോനിയതു. പിന്നെ ഇവനെ അറിയില്ലേ? അറിയില്ല പറയരുതിട്ടാ. ആക്ടർ ആൽബി. പിന്നെ ഞാനൊരു ഉണ്ടാവും. അത് കുറവാ, ചെറിയ കയ്യാനാ. അല്ലെങ്കിൽ എന്താ അഭിപ്രായം? സർപ്രൈസ് ഇവന്റ് ഒന്നും പറയാനില്ലേ? ഒന്നും പറയാനും കാര്യമില്ല. നീ ഫുഡ് മേടിച്ചാട്ട് അച്ഛനോട് എന്നെ സ്നേഹമുള്ളോ? ഞാൻ നിന്ന 5 പീസാട്ടോ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ മുറിച്ചിട്ടിലേക്ക് ഇവന്റെ ബർത്ത്ഡേക്കാണ് ഞങ്ങള് ഒരുവിധം കൂട്ടായ്മ തുടങ്ങിയത്. കേക്കൊന്നും കുറിച്ചില്ല. ഇവന്റെ തല വെച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ തൊട്ട് ഇവന്റെ വെച്ച് ബാക്കി എല്ലാവരും കേക്ക് മുറിച്ചിട്ടുണ്ട്. കേക്ക് മുറിച്ചിട്ടൊന്നുമില്ല. അവന്റെ അപ്പനെ കളിക്കുന്നത് അപ്പൊ ജയിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ എടുത്തതായിട്ടോണെങ്കിൽ ഡേറ്റ് വിട്ടുക. ഞങ്ങളൊക്കെ ഒരുവിധം അടുപ്പിച്ച വരുത്തുക. ഇവന്റെ മാത്രം കേക്ക് അതാണ് വിട്ടുക. ആണല്ലോ. പതിമൂന്നാം തീയതി അല്ലേ? ഞങ്ങൾക്ക് വിഷു വിഷു 13-ാം തീയതി 5 പീസ് കൊണ്ടിട്ട് വന്നിട്ടാണ് ദുഃഖമില്ല. അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല. ഞങ്ങളൊന്നും കൂടെ തിരിച്ചു വരാറില്ല. അങ്ങനെ വരുന്ന ഞാൻ പണി വെക്കും. അതെ ഗൈസ്, അപ്പൊ ഞങ്ങള് ഹാരിഷിനെ തലവയ്ക്കാൻ പോകണം. ബൈ. ഹാരി സാറിന് നാണായി ഇടാ മുഖത്തേക്ക് ഇരിക്കണ്ടാ. അത് കുഴപ്പമില്ല, വീട്ടിൽ പോകും. ഗൈസ്, ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ച് കേക്ക് മുറിച്ച് പുറത്തിറങ്ങിട്ടാ. അന്നവിടെ കാര്യം രക്ഷിച്ചതേ നാട്ടുകാരെ ആ അമ്മേനെയും തല്ലി മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട് മാസ്ക് കാണിച്ചിട്ട്. അത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഹരിഷ എന്തിനാ മേടിച്ചെന്നെ? ഹരിഷ് മുണുങ്ങ ബേസിക്കുണ്ടെന്ന് അറിയാം. ഞങ്ങളൊന്നും തിന്നിട്ടില്ല. 9 മണിക്ക് വന്നിക്കണതാ. അങ്ങനെ പറയരുത്. ആ മന്തി നീ പറയണ വെറുതെ പറഞ്ഞാ മതി. ഈ നേരത്ത് സൂഫി മന്തി പോ. അവന് ബുദ്ധിമുട്ടാന്ന് നമുക്ക് അന്ന താങ്ക്സ് പറയാ നിക്ക. അവളെ എന്തിനാ അമ്മ അവിടെ വർക്കിന്. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. ബാക്കി വെള്ളിയാഴ്ച പറയാം. ഗൈസ്, നമ്മൾ പറഞ്ഞേക്കണ്ട. ഒരു കുഴിമന്തി പോലും മേടിച്ചു തരാണ്ട് ഞങ്ങൾ പറഞ്ഞേക്കാണ്ട് ഗൈസ്. അയ്യോ, ഈ നോമ്പ് കഴിഞ്ഞിട്ട് മതി. എങ്ങനെ വെച്ചാ ബൈ ബൈ.